സംസ്ഥാനത്തെ തോൽവി ഇടതുപക്ഷത്തെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ്. തോൽവി പരിശോധനയാണ് നടക്കുന്നത് തിരുവനന്തപുരത്ത്. CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗവും CPIയുടെ യോഗങ്ങളുമുണ്ട്. നാളെ മുന്നണി യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഇത്ര ശക്തമായ ഒരു തോൽവിക്ക് ഇടവെച്ചതിന് കാരണമായി രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഒന്നത് ന്യൂനപക്ഷ ഏകീകരണമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളൊക്കെ പൂർണ്ണമായും സർക്കാരിനെ കൈവിട്ടോ എന്ന ചോദ്യമാണ്. ഇതിൻ്റെ തെളിവുകൾ, സൂചനകൾ വടക്കൻ കേരളത്തിൽ നിന്നും മലബാറിൽ നിന്നും വരുന്നുണ്ട്. ചില പ്രസ്താവനകളും പോളിംഗ് ശതമാനത്തിലുമൊക്കെ അത് പ്രകടമാണ്. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനകളും അങ്ങനെ തന്നെയാണ് നൽകുന്നത്. രണ്ടാമത്തെ കാരണം പ്രധാനമായും ഉണ്ടാവുന്നത് ഈ ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിവെച്ചത് മറ്റൊരു കാരണം കൂടിയാണ്. അതെന്താണ്? അത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകളാണ്. വെള്ളാപ്പള്ളി നടേശനും ഇടതുമുന്നണവും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം നമുക്കറിയാം. എപ്പോഴും സർക്കാരിനെ ന്യായീകരിക്കുന്ന, മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളിക്ക് സമീപകാലത്ത് അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ വലിയ വെല്ലുവിളി ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ മലപ്പുറം വിഷയത്തിൽ അദ്ദേഹം നടത്തിയ വളരെ വിവാദപരമായ ആ പ്രസ്താവനയ്ക്ക് വില നൽകേണ്ടി വന്നത് സംസ്ഥാന സർക്കാരും CPMO എന്ന ചോദ്യമാണ് പ്രസക്തമായത്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ വെല്ലുവിളി ഉണ്ടായത് എന്ന കാര്യം. ന്യൂനപക്ഷ ഏകീകരണത്തിന് ആക്കം കൂട്ടിയത് വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസ്താവന എന്ന കാര്യത്തിലാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. ന്യൂനപക്ഷ ഏകീകരണത്തിന് ഉത്തരവാദി അപ്പോൾ വെള്ളാപ്പള്ളിയാണോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വരുന്നത്. രണ്ടാമത്, വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതെ CPM നയിച്ച നടപടിയാണ്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്ത CPMന്റെ നടപടി മുസ്ലിം വിഭാഗത്തെ മാറ്റി ചിന്തിപ്പിച്ചോ എന്ന ചോദ്യം കൂടിയുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഈ സൂചിപ്പിക്കുന്നത്. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാർ യാത്ര, അതായത് നമ്മൾ കണ്ടതാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒന്നിച്ചൊരു കാറിൽ വന്നിറങ്ങുന്ന ദൃശ്യം. യഥാർത്ഥത്തിൽ ഈ ഒരു യാത്ര എന്ന് തോന്നാം. പക്ഷേ വലിയ വിവാദ പ്രസ്താവന നടത്തുന്ന വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകുന്ന ഒരു നീക്കമായി, പൂർണ്ണമായും പിന്തുണ നൽകുന്ന നീക്കമായി കൂടി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. അത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ വേദനയ്ക്ക് ഇടവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊതുവിൽ വിശ്വാസ സംരക്ഷകർ എന്ന വാദവും ഉയർത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തിയ CPMന് വെല്ലുവിളിയായത് ആ ഒരു കാഴ്ചകൾ തന്നെയാണ് എന്നതും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ ഈ നീക്കങ്ങളും ഒപ്പം തന്നെ വെള്ളാപ്പള്ളിയെ കൃത്യമായി തള്ളിപ്പറയാതെയുള്ള CPMന്റെ നീക്കങ്ങളും തിരിച്ചടിച്ചത് CPMനെയാണ്. ഫലത്തിലുണ്ടാവുന്ന ചോദ്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ തോൽപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനോ എന്ന ചോദ്യമാണ്. ഏറെ പ്രസക്തമാണ് ആ ചോദ്യം. അതുകൊണ്ട് തന്നെ നമുക്കത് വിശദമായി തന്നെ നോക്കേണ്ടിയും വരും. ഒപ്പം നമുക്ക് പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി എന്താണ് പറഞ്ഞത് എന്ന കാര്യം കൂടിയാണ്. വെള്ളാപ്പള്ളി നടേശൻ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം നടത്തിയ മലപ്പുറം പ്രസ്താവന, ആ പ്രസ്താവനയാണ് വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം ഒരു പ്രത്യേക ആളുകളുടെ രാജ്യമാണ്, പേടിയോടെയാണ് പിന്നോക്കക്കാർ അവിടെ ജീവിക്കുന്നത്. മലപ്പുറം പിന്നോക്കക്കാർക്ക് അവിടെ ഒന്നുമില്ല, ഈഴവർക്ക് സ്വതന്ത്രമായ വായു പോലും ശ്വസിക്കാനാവുന്നില്ല. മലപ്പുറത്തെ ഈഴവർക്ക് കടുത്ത അവഗണനയാണ്, മലപ്പുറത്തെ ഈഴവർ വോട്ടുകുത്തി യന്ത്രങ്ങളാണ്. ഇതായിരുന്നു വെള്ളാപ്പള്ളി മുമ്പ് പറഞ്ഞ വാക്കുകൾ. മലപ്പുറത്തെ ഈഴവർക്ക് കടുത്ത അവഗണന, മലപ്പുറത്തെ ഈഴവർ വോട്ടുകുത്തി യന്ത്രങ്ങളാണ് എന്നതാണ് അദ്ദേഹം നടത്തിയ വാക്കുകൾ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് മലപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന എന്നതാണ്. മലപ്പുറത്തെ അദ്ദേഹം നടത്തിയ പ്രസ്താവനയുടെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ വാക്കുകളോട് CPM സ്വീകരിച്ച സമീപനം എന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും CPM ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം വളരെ ശ്രദ്ധേയമാണ്. വേണ്ടത്ര രീതിയിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ CPM തയ്യാറായില്ല എന്നതാണ് സാഹചര്യം. വെള്ളാപ്പള്ളിയുടെ മൃദു സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചാണ് CPM മുന്നോട്ട് പോയത്. വെള്ളാപ്പള്ളിയെ ശക്തമായി ഒന്ന് തള്ളിപ്പറയാൻ CPM തയ്യാറായില്ല. CPMനും ഇതേ നിലപാടെന്ന തോന്നൽ പൊതുവിൽ ഉണ്ടാക്കി എന്നതായിരുന്നു അതിൽ ഉണ്ടാക്കിയ സാഹചര്യം. സംഘപരിവാർ അജണ്ടയാണ് CPMൻ്റേതെന്നത് പ്രതിപക്ഷം ഒരു വലിയ വിമർശനമായി ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടുകൂടി വെള്ളാപ്പള്ളി വിവാദം പൂർണ്ണമായും CPM에 എതിരായി. ജമാഅത്തെ ഇസ്ലാമി അടക്കം ഇത് വലിയ പ്രചരണ വിഷയമാക്കിയത് ന്യൂനപക്ഷത്തെ മാറ്റി ചിന്തിപ്പിച്ചു എന്നതാണ് സാഹചര്യം. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതും അതുതന്നെയാണ്. ഇനി നമുക്ക് നോക്കാം, അന്ന് വെള്ളാപ്പള്ളി CPMന് ഒരു പക്ഷേ ഏറ്റവും അധികം രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കിയ ആ പ്രസ്താവന എന്താണെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. അന്ന് മലപ്പുറത്ത് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇതാണ് കേൾക്കാം.
മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? യെസ്, ഇതാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. നമ്മൾ കേട്ട വാക്കുകൾ ഇതാണ്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന, വെള്ളാപ്പള്ളിയുമായുള്ള ബന്ധം CPM-നെ തോൽപ്പിച്ചോ എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധിക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരിക്കൽ വരുമെന്ന് നമുക്ക് കരുതാം. CPM-ഉം CPI-യും തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് തോൽവിക്ക് കാരണമായി കരുതുന്നത്. ഒന്ന് ന്യൂനപക്ഷ ഏകീകരണം, മറ്റൊന്ന് ശബരിമലയാണ്. ന്യൂനപക്ഷ ഏകീകരണവുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നീക്കങ്ങൾ കൂടി പറയുന്നത്. നമുക്ക് ആദ്യം അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാം. വി അരുൺ തിരുവനന്തപുരത്തും ചേരുന്നു. അരുൺ, CPM-ഉം CPI-യും തോൽവി പരിശോധിക്കുകയാണ്. നാളെ ഇടതുമുന്നണിയും സമഗ്രമായി പരിശോധിക്കുന്നുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം സംഭവിച്ചിട്ടുണ്ട്. അത് CPM-നെതിരായി ഒരുപക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി പൂർണ്ണമായും ഒപ്പമുണ്ടാവില്ല എന്നത് CPM മുന്നിൽ കണ്ടതാണ്. പക്ഷേ ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ CPM പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് കാരണം വെച്ചത് ഒരുപക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകളും അത് ഉണ്ടാക്കിയ ചില രാഷ്ട്രീയ നീക്കങ്ങളുമാണ്. മലപ്പുറം പ്രസ്താവന നമുക്കറിയാം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയതാണ്. ഇതിനെ കൃത്യമായി തള്ളിപ്പറയാൻ CPM-ന് കഴിയാതെ പോയി. ഒടുവിൽ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി ഒന്നിച്ചുള്ള കാർ യാത്രയും സർക്കാരും വെള്ളാപ്പള്ളിയും ചേർന്ന് പോകുന്നു എന്ന തോന്നലുമൊക്കെ ഫലത്തിൽ വലിയ തരത്തിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് വഴിവെച്ചിട്ടുണ്ടാവാം. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കെതിരായി മുഖ്യമന്ത്രിയൊക്കെ നടത്തിയ പ്രസ്താവനയും മറ്റൊരു കാരണമായതാണ്. അപ്പം പൊതുവിൽ മുസ്ലിം സമൂഹത്തിന് വിരുദ്ധമാണ് CPM-ഉം സർക്കാരും എന്ന തോന്നൽ ഉളവാക്കിയതിൽ ഒരു പങ്ക് വെള്ളാപ്പള്ളിയും വഹിച്ചിട്ടുണ്ട്. ആ വിലയിരുത്തൽ ശരിയാവില്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് വിഭാഗങ്ങളുടെ കൂടുതൽ അടുക്കുന്ന ഗുണമാകില്ല, പകരം തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഹൈന്ദവ സമുദായത്തിലേക്ക്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഹൈന്ദവ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കണമെന്നൊരു ലക്ഷ്യം CPM-നുണ്ടായത്. തുടർന്ന് അതിനുള്ള നീക്കങ്ങളായിരുന്നു. UDF പ്രതിപക്ഷക്കാർ പറയുന്നത് അത്രയും നാൾ ന്യൂനപക്ഷ വർഗീയതയെ ചുമന്നു, ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കുടപിടിക്കുന്നു CPM എന്നുള്ളതാണ്. ഏതായാലും അതുകൊണ്ട് ഗുണമുണ്ടായില്ല എന്ന് CPM തിരിച്ചറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഔദ്യോഗികമായി അംഗീകരിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. അതിനൊപ്പം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP-യുടെ നേതാവിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ. വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു മാത്രമല്ല, സർക്കാർ വാഹനത്തിൽ ശബരിമല പമ്പയിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ തന്നെ വെള്ളാപ്പള്ളി വരുന്നു. അത് ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന് സൂചന. അത് ഇന്നൊരാളോട് സംസാരിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് അത് തികച്ചും യാദൃച്ഛികമായാണ് വാഹനത്തിൽ കയറ്റേണ്ടി വന്നത്. പക്ഷേ അതൊക്കെ കൃത്യമായ സന്ദേശമായിരുന്നു. CPM ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയല്ല, ഭൂരിപക്ഷങ്ങൾക്കൊപ്പം ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ വലിയ ശ്രമം നടത്തുന്നു. അത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അകറ്റി എന്ന വിലയിരുത്തലുകൾ CPM-നുള്ളിൽ തന്നെ പുറത്തു വരുന്നു. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ആദ്യം ഒരു പ്രതികരണത്തിലൂടെ രംഗത്ത് വന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്. ഇന്നലെയും അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമായി ചേർന്ന് പോകുന്നൊരു പരാമർശമാണ്, വിലയിരുത്തൽ അദ്ദേഹം നടത്തുന്നത്. അതായത് ഇങ്ങനെ പറയുന്നു: CPM-ന്റെ ഇന്നത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഒരു സുപ്രധാന കേന്ദ്ര ഘടകം ന്യൂനപക്ഷ സംരക്ഷണമാണ്. കാരണം ന്യൂനപക്ഷ വിരുദ്ധ വർഗീയ രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയാണ് BJP അധികാരം പിടിക്കുന്നത്. ഇതിനെതിരെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുന്ന ഇടതുപക്ഷമാണ്. എന്നാൽ UDF-നാകട്ടെ കേരളത്തിൽ പോലും മതതീവ്രവാദങ്ങളോട് സമരസപ്പെടുന്നതിനും കോലീബി സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനും മടിയില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെന്ന പോലെ ന്യൂനപക്ഷങ്ങൾ ഒരു ഭാഗം ഇടതുപക്ഷത്തു നിന്നും അകലുന്ന അനുഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പലസ്തീൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലയളവിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇടത് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയുന്നത്? അതിന് നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ നിമിത്തമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുന്നത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ കുറച്ച് ഭൗതികമായി കൂടി അല്ലെങ്കിൽ പ്രത്യശാസ്ത്രപരമായി കൂടി ഇടപെടുന്ന തോമസ് ഐസക്കാണ്. അതായത് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലുള്ള തോമസ് ഐസക്ക് തിരിച്ചറിയുന്നു ഇടതു ഹിന്ദുത്വ എന്ന ചർച്ച തങ്ങൾക്ക് തിരിച്ചടിയായെന്ന്. അതായത് അദ്ദേഹം തുറന്ന് തിരിച്ചടിയായെന്ന് പറയുന്നില്ല, അവിടെ ഒരു സംശയം ഇടുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ യോഗത്തിന് പങ്കെടുക്കാൻ എത്തുന്നതിന് തൊട്ട് മുമ്പാണ്, തലേദിവസമാണ് അദ്ദേഹം ഇതൊരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നത്. അതായത് CPM-ന്റെ ഈ ഹിന്ദുത്വ പ്രീണനം അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തോടുള്ള അമിത പ്രതിപത്തി ന്യൂനപക്ഷങ്ങളെ കാര്യമായി ഒപ്പ് നിർത്താൻ ശ്രമിക്കേണ്ട, അതിന് കഴിയില്ല, അവിടെ തിരിച്ചടി ഉണ്ടായെന്നൊരു ബോധ്യം CPM സ്വീകരിക്കുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം അത് ഏറ്റെടുത്ത് CPM-നെതിരെ വോട്ട് ചെയ്തു. അത് കോൺഗ്രസ് നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, SDP അടക്കമുള്ള പാർട്ടികളുമായൊക്കെ അടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. അത് ഒന്നുകൂടി ശക്തമാക്കാൻ
CPM-ന്റെ നയസമീപനം ഉപകരിച്ചു. വെള്ളാപ്പള്ളിയെ പോലുള്ള CPM-മായി അടുത്തു നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന CPM-നെ ഇനിയും അധികാരത്തിൽ വരുമെന്നൊക്കെ പലതവണ ആവർത്തിച്ചു പറയുന്ന വെള്ളാപ്പള്ളിയുടെ അടക്കം പ്രസ്താവനകളും അതിനെ ഒരു രാസത്വരകമായി മാറിയെന്ന് CPM നേതാക്കളും കരുതുന്നു. ഇതിന്റെ പശ്ചാത്തല ചർച്ചകൾ ഒരുപക്ഷെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കാൻ പോകുന്ന സംസ്ഥാന സമിതിയിലുമൊക്കെ ഉണ്ടാകാം. വെള്ളാപ്പള്ളിയോടുള്ള അമിത താൽപര്യം ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്ന് CPM ഒരുപക്ഷെ വിലയിരുത്തിയേക്കാം. അത് തുറന്നു പറയാൻ തോമസ് ഐസക് ഇപ്പോൾ സൂചിപ്പിച്ച പോലെയെങ്കിലും പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അത് ഏറ്റുപറയാൻ CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ശബരിമല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതും ഇതുമായി ചേർത്ത് തന്നെ പോകേണ്ട ഒരു വിഷയമാണ്. ശബരിമലയിൽ പ്രതീക്ഷയിലും വലിയ തിരിച്ചടി ഉണ്ടായെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. നമ്മൾ TP രാമകൃഷ്ണ പ്രതികരണം കണ്ടു. അദ്ദേഹം അത് ആ രീതിയിൽ പാർട്ടി വിലയിരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ അത്തരം ചർച്ചകൾ ഉണ്ടാകുന്ന സൂചന അദ്ദേഹം നൽകുന്നു. കമ്മിറ്റിക്ക് ശേഷം പറയാമെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയും വെള്ളാപ്പള്ളിയുടെയൊക്കെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന പ്രാഥമിക വിലയിരുത്തൽ CPM-നും അതുപോലെ തന്നെ CPI-ക്കുമുണ്ട്. CPI ഏതായാലും തുറന്നു പറയും. CPM അത്തരത്തിൽ തുറന്നു പറയാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അതിനൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ ഈ കുറ്റക്കാർ ആരായും ശിക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോഴും ആ കുറ്റക്കാരായ ജയിലിൽ പോയ പത്മകുമാറിനോടും വാസുവിനോടുമുള്ള സമീപനം, എന്തുകൊണ്ട് അവരെ പുറത്താക്കിയിട്ടെന്ന ചോദ്യം, ഈ നേരിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിച്ചവരും അതുപോലെ തന്നെ പ്രവർത്തനം ഏർപ്പെട്ടുള്ള നിരവധി നേതാക്കളുമായി സംസാരിച്ചു. ചില സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് ഈ തിരുവനന്തപുരത്തടക്കം ഈ വീടുകളിലേക്ക് പോകുമ്പോൾ ആളുകൾ ശബരിമലയെ പറ്റി ചോദിക്കുമായിരുന്നു. എന്തുകൊണ്ട് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അവിടെ കൊള്ള നടക്കില്ലായിരുന്നു ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തങ്ങൾ കഴിയാതെ ചുള്ളിപ്പോയി എന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അത് നേതൃത്വത്തിന് വികാരം മാത്രമായിരിക്കില്ല. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വരാൻ പോകുന്ന കീഴ്ഘടകങ്ങളിലെ അവലോകനങ്ങളിലുമെല്ലാം അത്തരം വികാരം ഉയർന്നു വരും. വലിയ പിഴവ് അവിടെ സംഭവിച്ചു എന്ന് CPM തിരിച്ചറിയുന്നു. അത് തുറന്നു പറയാൻ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അരുണ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയ്ക്ക് ഒരുങ്ങാൻ ചെറിയ സമയമേ ഉള്ളൂ. അപ്പോൾ CPM-ന്റെ ഈ കാലികമായ ഈ വിലയിരുത്തലിൽ വലിയൊരു തിരുത്തലിന് സാധ്യതയുണ്ടോ? അത് ഒരുപക്ഷെ ആ തിരുത്തൽ എത്ര കണ്ട് പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു വിഷയമുണ്ട്. പക്ഷേ നേതാക്കളെങ്കിലും ചില വീഴ്ചകൾ തുറന്നു പറഞ്ഞ് ചില തിരുത്തലുകൾ, ഉദാഹരണം പക്ഷം ന്യൂനപക്ഷ വിഷയത്തിൽ അവർ ചില തിരുത്തലുകൾ, ഒരു മയപ്പെടുത്തൽ സാധ്യതയുണ്ടോ? ഒപ്പം വെള്ളാപ്പള്ളി അടക്കമുള്ള കാര്യങ്ങളിലും അത്തരമൊരു പ്രസ്താവനയ്ക്ക് സാധ്യതയുണ്ടോ? ഇതിൽ CPI എത്ര കണ്ട് സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്? സൈത്ത്, ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ശേഷം വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് CPM നേരിട്ട് തുറന്നു പറയാൻ അവർ തയ്യാറായി. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ എടുത്ത നിലപാടുകൾ അത് രാഷ്ട്രീയമായി ശരിയാണെങ്കിൽ പോലും അത് വിശ്വാസികളിൽ മുറിവേൽപ്പിച്ചു, വിശ്വാസികളുടെ കടുത്ത അപ്രീതിക്ക് അത് കാരണമായെന്ന് തുറന്നു പറയാമെന്ന് CPM-ന്റെ നേതൃത്വം തയ്യാറായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. അവർക്ക് പറയാനുള്ളത് കേട്ടു. അവരുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും അക്കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു. അതിന്റെ ഗുണമാണ് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം ഇടതുമുന്നണിക്ക് നേടാൻ കഴിയും. ശബരിമലയിലെ മുറിവുകൾ ജനങ്ങൾ മറന്നു. അത്തരം തിരുത്തൽ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അത്തരം തിരുത്തൽ CPM നിർബന്ധിതമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അപ്പോഴും ഈ നിലപാടിൽ പൂർണ്ണമായി പിന്നോട്ട് പോകാൻ, പത്മകുമാറിനെ തള്ളിപ്പറയാൻ, പത്മകുമാറിനെ പുറത്താക്കാനൊക്കെ CPM തയ്യാറാകുമോ? സർക്കാർ നടപടിയെടുത്ത് CPM ഭരിക്കുമ്പോൾ തന്നെ CPM നേതാവ് ജയിലിൽ പോയെന്നതൊക്കെ ഒരു വസ്തുതയാണ്. പക്ഷേ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. കാരണം പത്മകുമാറിനെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് CPM പുറത്താക്കിയിട്ടില്ല. കുറ്റപത്രം വരട്ടെ നിലപാടാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. അത് ആ രീതിയിൽ തുറന്നു പറയാൻ CPM ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ചർച്ചകൾ ഉയർന്നു വരും. ഈ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള തിരിച്ചടിയായെന്ന് CPI ഇപ്പോൾ തന്നെ പാർട്ടിയുടെ നേതൃയോഗത്തിന് മുമ്പ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിലുണ്ടായെന്ന് CPI സമ്മതിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ ശബരിമല വിഷയം തന്നെയെന്ന് CPI സ്വാഭാവികമായും ഇന്ന് അവരുടെ സെക്രട്ടറി ഇപ്പോൾ ചേരുകയാണ്. ഉച്ചയ്ക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട്. അവിടെയൊക്കെ വലിയ വിമർശനം, വലിയ രൂപത്തിൽ ആ വിമർശനം ഉയർന്നു വരും. CPM-ഉം അതിന് തുറന്നു പറയുമോ എന്നാണ് അറിയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഏറ്റ തിരിച്ചടി, അതിന് ശബരിമല കാരണമായെന്ന് തുറന്നു പറയാൻ കാണിച്ച ആർജവം, തെറ്റുപറ്റിയെന്ന് തുറന്നു പറയാൻ അന്ന് എടുത്ത നിലപാട്, അതിന് CPM ഇപ്പോൾ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. സൈറ്റ് സൂചിപ്പിച്ച പോലെ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ CPM മുന്നിലുള്ളൂ. ആഴ്ചകൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കും. അതിനിടയിൽ ജനങ്ങളുടെ മനസ്സിനേറ്റ മുറിവ്, ഇപ്പോഴും ആശങ്ക, ശബരിമല ബന്ധപ്പെട്ട ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം
അല്പസമയം അവസാനിച്ചതേ എവിടെയാണ് തൊണ്ടിമുതെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ സ്വർണം കട്ടവരെ കള്ളന്മാർക്ക് CPM ഇപ്പോഴും കുടപിടിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അത് വാസുവിനും അതുപോലെ തന്നെ പത്മകുമാറിനുമെതിരായ നടപടി ഉണ്ടാകാത്തതില്ല വിമർശനമാണ് അങ്ങനെ ഉന്നയിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ CPM മറുപടി പറയേണ്ടി വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഇനിയും മേളിലേക്ക് പോകുമോ, പുതിയ ആളുകളിൽ ഉണ്ടാകുമോ, മുൻ മന്ത്രിയെ അതുപോലെ ഇപ്പോഴത്തെ മന്ത്രിമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത്തരം അന്വേഷണങ്ങളിലേക്ക് കടക്കുമോ തുടങ്ങിയ വലിയ ചോദ്യങ്ങൾ CPM-ന് മുന്നിലുണ്ട്. CPM അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ തന്നെയാണ്. കണക്കുകൾ കൊണ്ട് ഇപ്പോഴും അത്ര വലിയ തിരിച്ചടിയെല്ലാം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. 58 നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും ഇടതുമുന്നണിക്ക് തന്നെയാണ് മുൻതൂക്കം. ഈ തലസ്ഥാനത്ത് വലിയ തിരിച്ചടി നഗരസഭയിൽ ഉണ്ടാകുമ്പോഴും 10 നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്ക് ഒപ്പമാണ്. അത്തരം കണക്കുകളൊക്കെ നിരത്തി സാധാരണഗതിയിലെ CPM-ന്റെ വിലയിരുത്തലുകളിലേക്ക് കടക്കുമോ, അല്ലെങ്കിൽ തെറ്റുപറ്റി ഏറ്റുപറഞ്ഞ് തിരുത്തൽ തയ്യാറാകുമോ? തിരുത്തുമെന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതുകൊണ്ട് MP ഗോവിന്ദൻ പറഞ്ഞു എവിടെയൊക്കെ പിഴവുകളുണ്ടോ അവിടെയൊക്കെ തിരുത്താൻ CPM തയ്യാറാകുമെന്ന് പറയുന്നുണ്ട്. അത് ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ പത്മകുമാറിനോടും വാസുവിനോടും എടുത്ത സമീപനങ്ങളിലൊക്കെ തിരുത്താൻ തയ്യാറാകുമോ? തിരുത്തൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിലേക്ക് നടത്താൻ കഴിയുമോ എന്ന വലിയൊരു ചോദ്യമാണ് CPM-നെ കാത്തിരിക്കുന്നത്. CPI ഏതായാലും കടുത്ത നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. വിനോദത്തിന്റെ അഭിമുഖം ആ സൂചനയാണ് നൽകുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. CPM-ന്റെയും CPI-യുടെയും നാളെ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. ശ്രേയാംസ് കുമാർ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി പാട്ടൊക്കെ അദ്ദേഹം ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. വിഷ്ണുനാഥ് പാടിയതൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും CPM-യുടെ പ്രതിരോധത്തിലാവുകയാണ്. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ഇതെങ്ങനെ ഈ വിഷയത്തിൽ നിലപാടെടുക്കും, ഈ തിരുത്തലിന് മുന്നണി എത്ര മുൻകൈ എടുക്കുമെന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ ഇനി ചുരുങ്ങിയ സമയമേ ഉള്ളൂ തിരിച്ചറിഞ്ഞ് തിരുത്താൻ എന്നതാണ് CPM-ന് മുന്നിലെ വെല്ലുവിളി. എന്തായാലും കാത്തിരിക്കാം. CPM-ഉം CPI-യും എങ്ങനെ തിരുത്തൽ പ്രഖ്യാപിക്കും? അത് CPI-യുടെ സമ്മർദ്ദം CPM-ന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ്. അരുൺ വിശദാംശങ്ങളിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ സാഹചര്യം അതാണ്. തിരുത്താനുള്ള ശ്രമത്തിലാണ് CPM-ഉം CPI-യും. പക്ഷേ ഇത് അസാധാരണമായൊരു തിരിച്ചടിയാണ്, അപ്രതീക്ഷിതമാണ്. കാരണം ക്ഷേമപ്രഖ്യാപനങ്ങൾ നിരവധി ഉണ്ടായിട്ടും ഇത് എന്തു സംഭവിച്ചു എന്ന ചോദ്യമാണ്. അവിടെ അവസാനം വിലയിരുത്തുന്നത് ഈ ക്ഷേമ പെൻഷനും വലിയ പ്രഖ്യാപനങ്ങളെയും മറികടന്നുകൊണ്ട് തിരിച്ചടിച്ചത് ശബരിമല തന്നെയാണ്. അത് വലിയൊരു ഫാക്ടറാണെന്ന കാര്യം സമ്മതിക്കുന്നു CPI. ബിനോയ് വിശ്വം സമ്മതിക്കുന്നു. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം. നോക്കാം. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഇനിയും ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഈ ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ ചെയ്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെൻറ്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. യെസ്, ബിനോയ് വിശ്വം അങ്ങനെ സമഗ്രമായി തുറന്നു പറയുകയാണ്. പക്ഷേ CPM നേതൃത്വം, ഇടതുമുന്നണി നേതൃത്വം അത് അത്രയ്ക്ക് അങ്ങ് സമ്മതിക്കുന്നില്ല. ശബരിമല വിഷയമായി എന്നവർ ഉള്ളിൽ വിലയിരുത്തുന്നുണ്ടെങ്കിലും പുറമേക്ക് ശബരിമല ഒരു പ്രധാനപ്പെട്ട തിരിച്ചടിക്ക് കാരണമോ എന്ന് CPM-ഓ മുന്നണിയോ വിലയിരുത്തിയിട്ടില്ല എന്നതാണ് മുന്നണി കൺവീനർ TP രാമകൃഷ്ണന്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. എന്നാൽ വോട്ടിന്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല. 2010 ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം, ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക. ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്.
യെസ്, അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ ആണ് CPM CPI കേന്ദ്രങ്ങളുള്ളത്. തിരുത്തുമെന്ന് പറയുമ്പോഴും എത്ര കണ്ട് തിരുത്താനാവും, അതിന് സമയമുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഒപ്പം 59 നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ കണക്കെടുക്കുമ്പോൾ 59 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട് എന്നതൊരു കോൺഫിഡൻസ് ഇടത് കേന്ദ്രങ്ങൾക്ക് നൽകുന്നുണ്ടാവാം. ആ കണക്കെടുപ്പ് കൂടി അവർ നടത്തിയേക്കാം.